കുംഭമേളയിലെ വൈറൽ താരമായ സൂപ്പർ മെഗാ ഇൻഫ്ലുവൻസറുമായ മൊണാലിസ. അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മുട്ടം പണിയാണ് കൊടുത്തേക്കണേ അല്ലേ. തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ പോലെ വളർത്തിക്കൊണ്ടുവന്ന് കുംഭമേളയിൽ ആളുകൾ ശല്യം ചെയ്തപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തൻ്റെ മകളെ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം ആരും കുത്തിക്കൊണ്ടു പോകാതെ അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളെല്ലാം എത്ര അസൂയാവഹമായ രീതിയിലാണ് ആ കുട്ടിയെ സംരക്ഷിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളെ ഉപേക്ഷിച്ച് വെറും 6 മാസത്തെ പരിചയം സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു പയ്യനുമായി വിവാഹം നടത്തിയിരിക്കുന്നു, അവരുടെയൊന്നും സാന്നിധ്യമില്ലാതെ. കേരളത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടു ഇഷ്ടപ്രകാരമുള്ള വിവാഹത്തിന് തൻ്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല. അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അച്ഛനെതിരെ പരാതി നൽകിയിരിക്കുന്നു ഈ മൊണാലിസ. മാത്രമല്ല തനിക്ക് 18 വയസ്സ് പറഞ്ഞിരിക്കുന്നു. വ്യാജരേഖകൾ ഹാജരാക്കിയിരിക്കുന്നു. അതിൻ പ്രകാരം അവിടുത്തെ പോലീസുകാർ മൊണാലിസയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, 18 വയസ്സായല്ലോ മകൾക്ക്, ഇനി സ്വന്തം തീരുമാനിക്കാറായി, അതുകൊണ്ട് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോകട്ടെ എന്ന്. ഇപ്പോൾ മൊണാലിസയുടെ അമ്മയുടെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. BHP-യുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആയി സംസാരിക്കുന്നതാണ്. मेरी बात समझो, मेरा आदमी एक ही लाए, दोनों भाई बेटे गए थे। आप केरला से बात कर रहे हो ना सर? मेरे पाँव पड़ू, मेरे आदमी को वो लोगों ने कब्जे में ले लिया, उसको थाने में बिठा दिया। मेरी लड़की को कुछ खिला पिला दिया, तो मेरी लड़की से कुछ बोले भी नहीं, कुछ घर की बात भी नहीं, और मेरी लड़की से शादी जबरदस्ती कर ली सर। तेरे पाँव पड़ू, मेरा आदमी अभी देखो केरला में बैठा है, एयरपोर्ट में बैठा है सर। एयरपोर्ट में ठीक है माता जी, ये बताइए इनका जो डेट ऑफ बर्थ कितना है ये मोना का? कैसे बोलो? जन्म तीयदी कितना है? मेरा जन्म देखो, मेरी लड़की का जन्म 16 साल का ही है। तो मेरे पति हेलो, मेरी लड़की का 16 साल का ही है। മൊണാലിസയുടെ അച്ഛനമ്മയും ജീവിതം കണ്ടവരാണ്. അവരെ എതിർക്കുന്നെങ്കിൽ തക്കതായ കാരണങ്ങളുണ്ടായിരിക്കും. അത് ആ കുട്ടി മനസ്സിലാക്കാതെ എടുത്തു ചാടി എന്ന് തന്നെ പറയേണ്ടി വരും. അതിലവർ പറയുന്നു മൊണാലിസയ്ക്ക് 16 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. മാത്രവുമല്ല 2009 ജനുവരി 21 ഈ പെൺകുട്ടി ജനിച്ചുവെന്നും 2025 ഈ പെൺകുട്ടിയുടെ 16ാം പിറന്നാൾ ആഘോഷിച്ച് വൈറലായി തീർന്നതുമാണ്. പിന്നെ എങ്ങനെയാണ് നുണ പറയാൻ സാധിക്കുക ഈ പെൺകുട്ടിക്ക്? മൊണാലിസയും ആ വിവാഹം കഴിച്ചിരിക്കുന്ന ആളും രണ്ട് മതവിഭാഗക്കാരാണ്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ഔദ്യോഗികപരമായുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ മൊണാലിസ നിർവഹിക്കണമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു മെഗാ ഇൻഫ്ലുവൻസറാണ് അവർ. തീർച്ചയായും അവർ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ആൾ തന്നെയാണ്. ഒരു പക്ഷേ പ്രായത്തിൻ്റെ പക്വത കുറവായിരിക്കാം, പക്ഷേ അത് നടത്തിക്കൊടുത്തവരോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മന്ത്രി തന്നെ ഉണ്ട്. അതിൽ വിദ്യാഭ്യാസം ചെയ്യേണ്ട ഒരു പ്രായമാണ്. സാക്ഷര കേരളം എന്നാണ് അറിയപ്പെടുന്നത്. ആ കുട്ടിയുടെ വിവാഹ ചടങ്ങിന് കേരളം ഒപ്പമുണ്ട്. കേരളത്തിലാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെയാണ്. കേരളം ഒപ്പമുണ്ടായിട്ട് എന്താണ് കാര്യം? ആ കുട്ടിയുടെ ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ടവർ, ഒപ്പമുണ്ടാകേണ്ടവർ ഇല്ലല്ലോ. മൊണാലിസയുടെ വിവാഹശേഷമുള്ള ഇൻ്റർവ്യൂവിലെല്ലാം മൊണാലിസ സംസാരിക്കുന്നതിന് മുമ്പേ മൊണാലിസയുടെ ഭർത്താവ് ആണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രായത്തിൻ്റെയും ഇപ്പോൾ വരുന്ന പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതെല്ലാം അദ്ദേഹമാണ്. മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മൊണാലിസ ഒന്ന് പരിങ്ങുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ ആ കുട്ടിയുടെ കരിയറിൽ നല്ല ഒരു വളർച്ചയുടെ സമയമാണ്. അതൊക്കെ ഒരു പക്ഷേ അയാൾ മുതലെടുത്തിട്ടുണ്ടാവണം. ആ ഭർത്താവും ഒരു ആക്ടർ തന്നെയാണെന്നാണ്. അംബർ ഐസുള്ള, സ്വർണ്ണവർണ്ണ കണ്ണുള്ള സുന്ദരി, ആ മേന്മ എന്തോ ആ കുട്ടിയുടെ മനസ്സിനും ഉണ്ടായില്ല. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടുള്ള വിവാഹങ്ങളെല്ലാം മിക്കവാറും തന്നെ നല്ല രീതിയിലല്ല കലാശിക്കാറ്. മൊണാലിസയ്ക്ക് നല്ലത് വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം. ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളാണ്. ഇയാൾ മുൻപ് വിവാഹിതനാണോ? ഇയാൾക്ക് മൊണാലിസയേക്കാൾ കൂടുതൽ ഒത്തിരി പ്രായം തോന്നുന്നുമുണ്ട്. അയാൾ ഏത് നാട്ടുകാരനാണ് എന്ന് പോലും വ്യക്തമായി മാധ്യമങ്ങളിൽ പറയുന്നില്ല. മൊണാലിസ വൈറലായ സമയത്ത് വാർത്തകൾ നിറഞ്ഞാണ് ഈ കുട്ടിയുടെ പ്രായം. ഈ കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. കാരണം ഈ കുട്ടി ഫേമസ് ആയ പിന്നെ ഇവരെ തിരിഞ്ഞു നോക്കാറില്ല. അമ്മയുടെ ഫോൺ സംഭാഷണത്തിൽ വളരെ വ്യാകുലത നിറഞ്ഞാണ് അവർ സംസാരിക്കുന്നത്. മകളുടെ
തുടർന്നുള്ള ഭാവിയെക്കുറിച്ച്. കല്യാണശേഷമുള്ള ഇൻ്റർവ്യൂവിൽ മൊണാലിസയുടെ ഭർത്താവ് പറഞ്ഞത് മൊണാലിസ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാണെന്നൊക്കെയാണ്. പുള്ളിക്ക് കുറ്റം വരാതിരിക്കാനായിരിക്കാം ഒരുപക്ഷെ. എങ്ങോട്ട് പ്രപ്പോസ് ചെയ്താണെങ്കിലും ആ കുട്ടിയുടെ പ്രായം അറിയാതെയൊന്നുമല്ലോ പ്രപ്പോസ് ചെയ്യുന്നത്. മൊണാലിസയുടെ പ്രായം ഔദ്യോഗികമായി തെളിയിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം മൊണാലിസയ്ക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ്. ആ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. ആ കുട്ടി എഴുത്തും വായനയൊക്കെ പഠിക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. തീർച്ചയായും മൊണാലിസയുടെ അമ്മയ്ക്ക് പ്രായം അറിയാം. അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. കുട്ടിയുടെ അറിവില്ലായ്മ ആ കുട്ടി വിവാഹം ചെയ്ത ആൾ തീർച്ചയായും മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പുലിവാൽ കല്യാണം പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലേ? ദേ ഇപ്പം കണ്ടു യഥാർത്ഥ പുലിവാൽ കല്യാണം.